വി ഡി സതീശൻ വേണമെങ്കിൽ വളരെ പക്വമായിട്ട് ആ പ്രശ്നത്തെ മറികടക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈഗോ പെട്ടെന്ന് ഹേർട്ടായി. അതായത് താൻ എല്ലാ കാര്യത്തിലും വളരെ ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് താൻ വിചാരിക്കുകയും തന്നെക്കുറിച്ച് ആളുകൾ വിചാരിക്കുകയും ചെയ്യുന്നു അദ്ദേഹം കരുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തൻ്റെ ഒരു നിയമനം തെറ്റിപ്പോയെന്നും താൻ സംഘപരിവാറിന് താല്പര്യമുള്ള ചില പരിപാടികൾ ചെയ്യുന്ന ആളാണെന്ന് സ്വന്തം കൂട്ടത്തിൽ തന്നെയാണ് ആൾക്കാർ അഭിപ്രായം പറയുന്നത്. അതും ജൂനിയേഴ്സ് പറയുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ആ ഇഷ്ടക്കേട് അദ്ദേഹം തിരിച്ചു വളരെ പെട്ടെന്ന് തുറന്നടിച്ച പോലെ പ്രകടമാക്കി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഗവൺമെൻറ് പിള്ളേരെ തീരുമാനിക്കുന്നത് ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റി അല്ല അതെല്ലാവർക്കും അറിയാം. പക്ഷേ ആ പറഞ്ഞ ആ ടോണിനകത്തൊരു പ്രശ്നമുണ്ട്. ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ പ്രീഡറെ തീരുമാനിക്കുന്നത്? അല്ല, അവർക്കൊന്നും ഒരു കാര്യമില്ല. ആ ഭാഷയ്ക്കകത്തൊരു പ്രശ്നമുണ്ട്. അതായത് സർക്കാരിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചോളാം, അതിനകത്ത് ഒരുത്തനും അഭിപ്രായം പറയാൻ വേറെ വരേണ്ടതില്ല എന്ന് പറയുന്ന ഒരുതരം ആധിപത്യ രൂപമുള്ള സ്വഭാവത്തിൽ അദ്ദേഹം വർത്തമാനം പറഞ്ഞത്. അതാണ് അത്രയും ട്രിഗർ ചെയ്ത ആൾക്കാരെ മുഴുവൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വളരെ കൂളായി പറയാം, ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളതാണ്, യൂണിറ്റ് കമ്മിറ്റി ടേക്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ പോലും ഓക്കെയാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യവും അവർക്കില്ല. അദ്ദേഹം ആവർത്തിച്ച് പുഷ് ചെയ്ത് പറയുന്നുണ്ട്. അവിടെയാണ് ബാക്കിയുള്ളവരെല്ലാം ഇമോഷൻസിനെ അത് ഹേർട്ട് ചെയ്തത്. കാരണം അത് കെ എസ് യുക്കാരെ അങ്ങനെ പറയുമ്പോൾ പ്രശ്നമുണ്ട്. കാരണം കെ എസ് യുക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സർക്കാരിനെതിരെ സമരം ചെയ്തിട്ട് അവരുടെ കൂടെ അധ്വാനത്തിൻ്റെയും ചോരയുടെയും അവരെപ്പോഴും പറഞ്ഞാണല്ലോ അതിൻ്റെ കൂടെ പ്രോഡക്റ്റാണ് ഈ സർക്കാർ. അങ്ങനെ കെ എസ് യുവിന് ഈ സർക്കാരിൽ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഒരു കാര്യമില്ലെന്ന് വെച്ചാൽ എന്താ അവസ്ഥ? രണ്ടാമത്തെ പ്രശ്നം, കെ എസ് യു ഒരു രാഷ്ട്രീയ അഭിപ്രായം പറയുമ്പോൾ കെ എസ് യുവിൻ്റെ ഒരു വിമർശനം അവരിങ്ങനെ വളരെ വളരെ ലിമിറ്റഡായിട്ട് അവർ ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഒരിക്കലും ഇങ്ങനെയല്ല. എന്ന് വെച്ചാൽ അത് കെ എസ് യുവിനൊരു വിലയില്ലായ്മ ഉണ്ടാക്കി കൊടുക്കും. കെ എസ് യു വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയത്തിൽ അഭിപ്രായം പറയും, ആ വിഷയം ഞങ്ങൾ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളത് പരിഹരിക്കുമെന്ന് പറയുകയോ കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയോ അദ്ദേഹത്തോടൊപ്പം ഒരു വേദി പങ്കിടുകയൊക്കെ ചെയ്തുകൊണ്ടാണ് അത് പരിഹരിക്കേണ്ടത്. അല്ലാതെ കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ കണ്ടാൽ മുഖം തിരിച്ചു കളയുക, അയാൾക്ക് കൈ കൊടുക്കാതിരിക്കുക, അയാളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ധിക്കാരത്തിൻ്റെ ഫ്ലേവറുള്ള മറുപടി പറയുക എന്ന് വെച്ചാൽ പിന്നെ കെ എസ് യു എന്ന് പറയുന്ന സംഘടനയ്ക്ക് നാട്ടിലെന്താവില്ല. ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, പിണറായി വിജയനോട് നിങ്ങൾ SFI ഉണ്ടാക്കുന്ന ഏത് പ്രശ്നത്തെക്കുറിച്ച് ചോദിച്ചു നോക്ക്, നിയമസഭയ്ക്ക് അകത്തോ പുറത്തോ അദ്ദേഹം ഒരിക്കലും SFI തള്ളിപ്പറയത്തില്ല. SFIയുടെ രക്തസാക്ഷികളുടെ മുഴുവൻ പട്ടിയെടുത്ത് നിരത്തി വെച്ചുകൊണ്ട് SFI ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ നൽകിയിട്ടുള്ള സംഭാവനകളുടെ കലാലയത്തിൽ അവരുടെ ഇടപെടലിൻ്റെ ചരിത്രം മുഴുവൻ പിണറായി വിജയൻ പറയും. എന്നിട്ട് അദ്ദേഹം അവസാനത്തെ ആ സംഭവത്തെ നമുക്ക് ചുമ്മാ തള്ളിക്കളയും. അത് ഒരു കോൺഫിഡൻസ് കൊടുക്കലാണ്. ഇതിപ്പോൾ പരസ്യമായി SFI പരസ്യമായിട്ട് പിണറായി വിജയനെ വിമർശിക്കില്ല. പക്ഷേ ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം, എല്ലാവർക്കും ലോജിക്കലാണെന്ന് തോന്നുന്ന ഒരു വിമർശനമാണ് കെ എസ് യു മുന്നോട്ട് വെച്ചത്. ആ വിമർശനത്തെ അദ്ദേഹം എടുത്തില്ല എന്ന് മാത്രമല്ല, അതിനെ അദ്ദേഹം ആരോഗ്യകരമായും ക്രിയേറ്റീവായി ഡിസ്കസ് ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിന് പകരം അദ്ദേഹം അതിനെ പുച്ഛിക്കുന്ന ഒരു സ്വഭാവം കാണിച്ചു. അതിൽ അവർ പറയുന്ന സതീശൻ പക്ഷം പറയുന്ന ഒരു ന്യായം, ഇദ്ദേഹം ഈ ഒരു വിഷയം പാർട്ടിയിൽ ചർച്ച ചെയ്യണമായിരുന്നു, പാർട്ടിയുമായി സംസാരിക്കണമായിരുന്നു. പക്ഷെ അത് ചെയ്യാതെ നേരെ ആദ്യം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, പബ്ലിക്കിൽ ഇത് ചർച്ചയാവുന്നതിന് ശേഷം മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന അതിൻ്റെ ഒരു പകയായിരിക്കുമോ? അല്ല, അത് CPM അത് പറയാൻ പറ്റുള്ളൂ. CPM പറയാം അതൊക്കെ പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യണമായിരുന്നു. കോൺഗ്രസ് എങ്ങനെയാണോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വി ഡി സതീശൻ എങ്ങനെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്? വി ഡി സതീശൻ ഉമ്മൻചാണ്ടി സർക്കാരിനെ നിലനിർത്തിയിട്ടുണ്ടോ? അദ്ദേഹം എങ്ങനെയാണ് വി ഡി സതീശൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഉണ്ടാക്കിയത്? ഇങ്ങനെ പുറത്തിറങ്ങി വന്ന് പാർട്ടി തീരുമാനങ്ങൾക്കെതിരെ വർത്തമാനം പറഞ്ഞും എൻ്റേത് മാത്രം ശരി വഴി, ഞങ്ങൾ മാത്രം ശരി രാഷ്ട്രീയത്തിൻ്റെ ആളുകൾ, ഹരിത MLA എന്നൊക്കെ പറഞ്ഞിട്ട് സീനുണ്ടാക്കിയ ആളല്ലേ വി ഡി സതീശൻ. അങ്ങനെ വി ഡി സതീശൻ എമേജ് ചെയ്ത് എങ്ങനെയാണ്? ആ വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ ആളുകളും പാർട്ടിക്കകത്തേ പറയാൻ പാടുള്ളൂ. അങ്ങനെ പാർട്ടി എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? ഇപ്പോൾ പാർട്ടി സംവിധാനം ഉണ്ടോ? പാർട്ടി പ്രസിഡൻ്റ് ഉണ്ടോ? പാർട്ടി പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി വിളിക്കുന്നുണ്ടോ? എവിടെ? കോൺഗ്രസിന് ഇപ്പോൾ കേരളത്തിലൊരു അധ്യക്ഷൻ പോലും ഇല്ല. പാർട്ടി സെറ്റപ്പ് ഇല്ല. ഇപ്പോൾ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് പാർട്ടി ഒന്നും ഒരു പരിശോധനയ്ക്കും പാർട്ടി ഇല്ല എന്നുള്ളതല്ലേ. അപ്പോൾ ആ പാർട്ടിയിൽ പറയണമെന്ന് പറയുന്നതിൽ UDF സത്യത്തിൽ, കോൺഗ്രസിൽ സത്യത്തിൽ വലിയ കാര്യമൊന്നുമില്ല. രണ്ടാമത്തത് ഇപ്പം നോക്കൂ, ഈ സർക്കാർ അധികാരമേറ്റ 1.25 മാസമായിട്ടും പാർട്ടി എന്ന് പറയുന്ന ഈ സർക്കാർ നടത്തുന്ന ഒരു ഫോർമേഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന നിയമനങ്ങൾ, പരിപാടികൾ, സമീപനങ്ങൾ, ഇതിനെല്ലാം പരിശോധിക്കേണ്ട ഒരു സംവിധാനമാണ് പാർട്ടി. ആ പാർട്ടി ഇപ്പോൾ എവിടെയാണ്? പാർട്ടി സെറ്റപ്പേ ഇല്ല. KPC പ്രസിഡന്റ് ഇല്ല, അതിന് കമ്മിറ്റികളില്ല, ഒന്നുമില്ല. ആകെയുള്ളത് UDF യോഗം എന്ന UDF യോഗം അവർ ക്യാബിനറ്റിലാണ് ഇപ്പോൾ കാണുന്നത്. ക്യാബിനറ്റിൽ UDFൻ്റെ പ്രധാനപ്പെട്ട എല്ലാവരും ഉണ്ടല്ലോ. ആ ക്യാബിനറ്റിനെ അവർ UDF ആയിട്ട് കണ്ടു പോവാണ്. അത് മാത്രമേ നടക്കുന്നുള്ളൂ. വേറെ തരത്തിലുള്ള എന്തെങ്കിലും പരിപാടി അതിനകത്ത് നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയിൽ പറയണമായിരുന്നു എന്ന് പറയുന്നതിലും യുക്തി പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സതീശൻ കുറച്ചുകൂടി മായത്തിൽ കൈകാര്യം ചെയ്യായിരുന്നു. അദ്ദേഹം നല്ല ഈഗോ ഉള്ള ആളാണ്. ആ ഈഗോ അതിന് ഹർട്ടായി. അദ്ദേഹം വളരെ വിജയശ്രീയിലാണ് ഇതിനായിട്ടുള്ള സഞ്ചാരം തുറന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളിൽ തെറ്റുണ്ട് എന്ന് കൂടെയുള്ള ഒരാൾ തന്നെ പറയുന്നു എന്നതിന് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, ആ പറച്ചിലിന് പിന്നിൽ വലിയ ആലോചനയുണ്ട് എന്നുള്ള സംശയം അദ്ദേഹത്തിന് വരുന്നു. ഇത് വെറുതെ ഒരു GP നിയമനവുമായി ബന്ധപ്പെട്ട പരാതി ഉന്നയിക്കലല്ല, മറിച്ച് തൻ്റെ ഇമേജിനെ ദുർബലപ്പെടുത്താൻ വലിയ ആസൂത്രണം നടക്കുകയും ആ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചാവേറായിട്ട് ഈ KSU അധ്യക്ഷൻ വരികയാണെന്ന് അദ്ദേഹത്തിന് തോന്നുന്നു. അതിലാണ് അദ്ദേഹത്തിന് ദേഷ്യം വന്നത്. മറ്റേ
സംഗതി മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ മുളയിലെ എന്താ ഉയർന്നു വരുമ്പോഴേ അതിൻ്റെ തല വെട്ടിക്കളയാനുള്ള അദ്ദേഹത്തിൻ്റെ ആവേശമാണ് ആ പ്രതികരണത്തിൽ കണ്ടത്. അത് പക്ഷേ ഒരു കാര്യമുള്ളത്, അത് ഇതുവരെ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ പോലെയല്ല. അതിനകത്തൊരു സീരിയസ് ആയിട്ടുള്ള അത് ഡെവലപ്പ് ചെയ്തു. കാരണം ആ പാർട്ടിക്കകത്ത് തന്നെ 2 രൂപത്തിൽ ആളുകൾ വന്നു കഴിഞ്ഞു. സതീശൻ മുഖ്യമന്ത്രിയാകണമോ വേണ്ടയോ എന്ന വിഷയത്തിലായിരുന്നു ഇതിന് മുമ്പ് ആ പാർട്ടിക്കകത്ത് വലിയ ഭിന്നത കണ്ടതെങ്കിൽ 1.25 മാസത്തിന് ശേഷം ആദ്യമായി വളരെ ഗൗരവമുള്ള ഒരു ഭിന്നത ആ പാർട്ടിക്കകത്ത് പ്രകടമാണ്. KSUവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച്, KSUവിനെ എങ്ങനെ വാല്യൂ ചെയ്യണമെന്നതിനെക്കുറിച്ച്, KSU നേതാക്കൾ എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇന്ന് ആൾക്കാർ അഭിപ്രായം പറയും. കോൺഗ്രസിൻ്റെ വക്താക്കൾ തന്നെ, അത് ടെലിവിഷൻ ചർച്ചകളിലെ വക്താക്കൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് നേരിട്ട് അടിയുണ്ടാക്കുകയും ചെയ്യുകയാണ്. ഒരു ക്രൈസിസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അത് ആ GP നിയമനമായ ഡിസ്കഷനിലേക്കും പോകുന്നു. VD സതീശൻ എന്ന് പറഞ്ഞ ആൾ മതനിരപേക്ഷതയുടെ എക്കാലത്തെയും കറപുരളാത്ത നേതാവായിരിക്കും എന്ന് വിചാരിച്ച് അദ്ദേഹത്തെ പിന്തുണച്ച സെക്യുലർ സൊസൈറ്റിക്കകത്തെയും ഒരു വിഭാഗം ആളുകൾ എന്തിനാണ് ആ GP നിയമിക്കുമ്പോൾ ആ സൂക്ഷ്മത ഇല്ലാത്തതെന്ന ചോദ്യം ചോദിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നത് VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വലിയ പാരാവാരം പോലത്തെ സപ്പോർട്ട് ബേസിനകത്ത് ചെറിയ ഇളക്കം ഉണ്ടായിട്ടുണ്ട്. ആ ഇളക്കം അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയ ശത്രുക്കൾക്ക് വേണമെങ്കിൽ വികസിപ്പിക്കാൻ കഴിയുന്നതാണ്. ആ സൂക്ഷ്മത ഇപ്പുറത്ത് ഇതിൻ്റെ ഭാഗത്തുണ്ടാവണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. എന്നെ ഹിന്ദു ഐക്യവേദി കാണാൻ വരുമ്പോൾ ഞാൻ അവരെ കാണാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. എല്ലാവരുടെയും മുഖ്യമന്ത്രിയായ ഒരാൾ അലോഷ്യസ് സേവറിൻ്റെയും മുഖ്യമന്ത്രിയല്ലേ? അലോഷ്യസ് സേവർ അദ്ദേഹത്തിന് മുന്നേ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കൈ കൊടുക്കാതെ മുഖം മാറ്റി പോകുന്നത് മുഖ്യമന്ത്രിയുടെ ക്വാളിറ്റി അല്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി, പ്രസിഡന്റിൻ്റെ ഒക്കെ ക്വാളിറ്റി ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് ആ ബാധ്യതയുണ്ട്. അലോഷ്യസ് സേവർ അല്ല, വേറെ ഒരു സാധാരണ ഒരു മനുഷ്യനായാൽ പോലും അത് ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർത്തിയാൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുമായിട്ട് സംസാരിക്കാനുള്ള ബാധ്യതയുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയുടെ ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണെന്ന് ഇന്നലെ പറയുകയും അതിൻ്റെ പിറ്റേന്ന് അലോഷ്യസ് വരുമ്പോൾ മുഖം തിരിച്ച് കളയുകയും ചെയ്യുന്നത് മുഖ്യമന്ത്രി പദവിയിലാണ് ഇപ്പോൾ അദ്ദേഹം ഇരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പദവി പറയുമ്പോൾ പാർട്ടിയുടെ ഒരു സുപ്രീമോ ലെവലിലാണ് ഇപ്പോൾ അദ്ദേഹം പെരുമാറുന്നത്, വേറെ ആരുമില്ല. ആ ഒരു സംഗതി അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഉള്ള കുഴപ്പമെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സാണ് പാർട്ടി, അതിന് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് വലിയ വികാസങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന പാർട്ടിയാണ്. സോ അത് എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരും.